അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ പരിപാടി നമ്മൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഇവൻ്റെ അല്ല സ്വാമിയുടെ പേപ്പർ ശരിയാക്കാൻ വേണ്ടി പോവാട്ടോ അക്ഷയ്ക്ക്. നടന്ന് പകുതി എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ വെയിലത്ത് അവനല്ല സ്വാമി, ഈ വെയിലത്ത് സ്വാമിക്ക് ഉണ്ടല്ലോ പേപ്പർ എന്തൊക്കെ ശരിയാക്കാൻ പോലും. അപ്പോൾ നട്ടുച്ചയ്ക്ക് ഇങ്ങനെ പോയിക്കൊണ്ട് രാവിലെ ഇന്നാണ് സ്വാമി മാലട്ടെ. ഇന്ന് മാലയിട്ട് ഞാൻ രാവിലെ അമ്പലത്തിൽ പോയിരുന്നു. അപ്പോൾ വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല, ചാർജും കുറവായിരുന്നു. ഞാനല്ലേ നേരം വീട്ട് ഉറങ്ങി, ചാർജ് കുത്തി വെച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ചാർജ് നല്ല കുറവായതുകൊണ്ട് ഞാനിവിടെ കുത്തി വെച്ചിട്ടുണ്ടായില്ല. ചാർജ് കുറവാണെങ്കിൽ കുത്തി വെച്ചിട്ടുണ്ടായില്ല. ഇവിടെ ഇപ്പോൾ കുറച്ച് തിരക്കുണ്ട്. ഇതാ ഇവിടെ സ്വാമിജി വെയിറ്റ് ചെയ്യുന്നു. വൈകുന്നേരം എന്തായാലും അത് മേടിക്കാൻ വരണം. അപ്പോൾ ഒരു നട്ടുച്ച സമയം അയക്കണം. 12 മണി ക്ലിയർ അയക്കണം. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി വൈകുന്നേരം വരണം. എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, എൻ്റെ നമ്പർക്ക് വിളിക്കുമെന്ന് പറഞ്ഞ്. അപ്പോൾ വൈകുന്നേരം ഇവനെയും കൂട്ടിയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് അത് ശരിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ശരിയാക്കാൻ വേണ്ടി വൈകുന്നേരം വരും. ഇപ്പോൾ അതിന് 120 രൂപ, ഇപ്പോൾ ബാക്കി കുറച്ച് 20 രൂപയുടെ ഉണ്ട്. നമ്മൾ നേരെ പോന്നു. എന്ത് പിടിക്കാം, എന്തെങ്കിലും വാങ്ങാന്നാണ് ഇവൻ പറഞ്ഞിട്ടുള്ളത്. എന്ത് പിടിക്കുക, ഒരു ഊഹം പറ. കിലോയോ? എന്തെങ്കിലും വാങ്ങാം. തണുത്ത എന്തെങ്കിലുമൊക്കെ മേടിക്കണമല്ലേ ചാച്ചോ? അല്ലേ? അപ്പോൾ തണുത്ത എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ട് ഈ ചൂടത്ത് കുടിച്ചുകൊണ്ട് നടക്കാം. നീ വീട്ടിക്ക് പോയോ? എത്ര ഒരാൾക്ക്? ഒരാൾക്ക് 10. തണുത്ത ജ്യൂസ് ഉണ്ടോ? എനിക്കാ വേണ്ടേ? ബിങ്കോയോ? വെയിലത്ത് ബിങ്കോ അത് അപ്പോൾ രൂപ കൊടുത്തേക്കണേ നീ. ഒന്നാമത് കൂടെ പോകും, അതായിരിക്കും സേഫ്. 20 രൂപേൻ്റെ സാധനത്തിന് 40 രൂപ കൊടുത്തേക്കണം. എന്താ ബുദ്ധിയുള്ള മനുഷ്യനാ, എന്താ ചെയ്യാ? ബുദ്ധി കൂടിപ്പോയി. സ്വാമി ആയിപ്പോണ്ടല്ലോ, ബുദ്ധി കുറച്ച് ഒരു സ്വല്പം കൂടിപ്പോയി. എടാ നിന്റെ ഡൂപ്പിനെ കാണിച്ചു തരണോ? എടാ നിന്റെ ഡൂപ്പിടാ എടാ സ്വാമി. അയ്യോ സ്വാമി കാരണം ഞാൻ നിന്റെ അങ്ങനെ സ്വാമി പറയാൻ വേണ്ടി അതാ കുറെ ഗ്യാങ് ഉണ്ട് കേട്ടോ. അതോ അല്ല, എല്ലാവരും ആംബുലൻസ് പോകുമ്പോൾ ഇങ്ങനെ ആക്കുമല്ലോ, ഇങ്ങനെ എല്ലാവരും ആംബുലൻസ് പോകുമ്പോൾ ഇങ്ങനെ ആക്കും. അതേപോലെ ഞാൻ ആക്കി നോക്കിയാ അവിടെ കുരിശ് വരയ്ക്കണേ. എന്താ അറിയോ, ആ പാവങ്ങൾ അവിടെ ഇതാവോ. അപ്പൊ നമ്മളങ്ങനെ അല്ല, ഇത് അക്ഷയന് മുന്നേ ഞാൻ അങ്ങനെ ആക്കിയില്ലല്ലോ. അക്ഷയന് മുന്നോ? അപ്പൊ ഒന്ന് പോയല്ലോ. അപ്പൊ ആംബുലൻസ് പോയി. ഞാൻ കണ്ടിട്ടൊന്നുമില്ല. അവിടെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ ശ്രദ്ധിക്കണെങ്കിൽ പിന്നെ അങ്ങനെ തന്നെ ആക്കിയേനെ, കുരിശ് വരച്ചേനെ. ഇതാ പള്ളി, ഇവിടുത്തെ പള്ളി കേട്ടോ. മാനിയിൽ പള്ളി എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ മാനിയിൽ പള്ളി, മാനിയിലെ പള്ളീൻ്റെ അവിടെ നിന്ന് നേരെ അങ്ങോട്ട് ഇറങ്ങി നിൽക്കുക. ഇവിടെ ഫുള്ള് കട്ടർ ഇട്ട് കേട്ടോ. കട്ടർ ഫുള്ള് ഇട്ടിട്ട് എനിക്ക് നടക്കാൻ പറ്റില്ല. എരിവുള്ള വെയിലത്ത് ഇങ്ങനെ എരിവുള്ള ബിങ്കോ നോക്കുമ്പോൾ മൊഞ്ച് സാധനം അറിയാം. ഞാനൊരു ബിങ്കോയും നല്ല എരിവുള്ള ബിങ്കോയും ഒരു തണുത്ത ടീലിയും മേടിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അവിടെ നിന്ന് ടീല മേടിച്ചു, അവിടെ നിന്ന് ഒരു ബിങ്കോ മേടിച്ചോ. 2 ബിങ്കോ. ഈ വെയിലത്ത് ഈ ബിങ്കോ നിന്ന് തണുക്കാതെ എന്താ വെയിലത്ത് നടന്നിട്ട്. ഞാൻ പറഞ്ഞില്ല, ഇന്ന് കുറച്ചാണോ കുടിക്കാൻ പാടില്ല. ചന്തവനൊക്കെ സ്വാമി. ഇപ്പോൾ നമ്മൾ ടീല മേടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് തുറക്കണ സൂത്രം കാണിച്ചു തരാം കേട്ടോ. ഇത് രാമകൃഷ്ണ വെയിൽ, എന്ത് വെയിലല്ലേ? വെയിലായിട്ട് ഇവിടെ ഭയങ്കര ചൂടില്ല. അത് പറഞ്ഞിട്ടില്ല.
ആണോ? വിളക്കിന്റെ മുമ്പേ പോയിട്ട് വരും. ഏ? വിളക്കിന്റെ മുമ്പേ പോയിട്ട് വരും. വളർത്തിന്റെ മുന്നിൽ പോയി ഇപ്പോൾ നമ്മളങ്ങനെ വീട്ടിലെത്തിയിട്ട് അച്ഛൻ മുറ്റത്തെടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെയിലൊക്കെ ആവട്ടെ എന്ന് വെച്ചിട്ട് മുറ്റത്തെടുത്തിക്കട്. ഇപ്പോൾ മൂപ്പര് അവിടെ കുറച്ചൊക്കെ ഇരിക്കട്ടെ വെയിലത്ത്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് തണലത്തേക്ക് ആക്കുക. എന്നിട്ട് കുറേ കഴിഞ്ഞിട്ട് അകത്ത് കയറ്റുക. ശ്രീധർ ചാർജ് വരുത്തോ? മൊബൈലിൻ്റെ ചാർജൊക്കെ തീർത്തുണ്ടാവും കേട്ടോ. ഇപ്പോൾ മൂപ്പർക്കുള്ള ലൈം ശരിയായിക്കണം. ഞാൻ കുറച്ച് കുടിക്കട്ടെ. അതായത് ചൂടല്ലേ, കുറച്ച് കുടിക്കട്ടെ കേട്ടോ. ഓർഡർ ചെയ്ത ലൈം ഞാൻ അച്ഛനകത്താക്കിയിട്ട് ഇപ്പം എന്തായാലും വേറെ പരിപാടിയൊന്നും അതുകൊണ്ട് നമ്മൾ നേരെ ഇനി കടന്നുറങ്ങാൻ പോവുകയാണെങ്കിൽ കടന്നുറങ്ങാൻ പോവുകയാണ്. നമുക്ക് ഇപ്പം നേരെ തൊട്ട് കാര്യമില്ല, നെറ്റില്ല. ഇപ്പം ഞാൻ എന്ത് കാട്ടാനാ? അതുകൊണ്ട് നമ്മൾ കടന്നുറങ്ങുന്നു. അതിനെന്താ ഇപ്പോൾ വീട്ടിലേക്ക് കുഴപ്പം അല്ലേ? വൈകുന്നേരം എണീക്കട്ടെ. നെല്ലിക്ക ഉണ്ട്, നെല്ലിക്ക ഉപ്പും മുളക് ഇട്ട് തിന്നുന്ന ടേസ്റ്റ് ഉണ്ടല്ലോ. വൈകുന്നേരം ഞാൻ നിങ്ങളൊക്കെ കൊതിപ്പിക്കും, നോക്കിക്കോ. വായക്കോട്ടണല്ലേ വെള്ളം അങ്ങനെ വരും നോക്ക. എന്നോടാ കണ്ണൊക്കെ ചോന്നതാ. 6 മണിക്കോട്ടെ എണീറ്റ് മോൻ കൈക്ക് ഇങ്ങനെ നിൽക്കുക. ഞാൻ പറഞ്ഞേ കൊതിപ്പിക്കണ സാധനം എന്ന് പറഞ്ഞേ ഉപ്പും കൊണ്ട് കാണിച്ചതാ. നെല്ലിക്കും ഉപ്പും മുളകും ഇതിങ്ങനെ പരി കടിച്ചിട്ട് ഇത് മുക്കുക. എന്നിട്ട് തോന കുറച്ച് ഉപ്പ് മുളക് എടുക്കാം. ഇത് അടുത്തടുത്ത് ഇത് ചെറിയ പാമ്പല്ലത്. അവിടെ പോയി കാണുള്ളൂ. അത് കേറി പെരേക്ക് വരൂ. അതാ പാലത്തിന് മേലെ പോയാലേ കാണൂ. എവിടെ? ഇത് അമ്മേ വലിയ പാമ്പുണ്ടോ? അതാ പോണ താളിന്ന് ഞാൻ കണ്ട് ഇതാ പോണോക്കെ. അതാ പോണ മാനം ഇതാ വരും. ഞാൻ ഇവിടുന്ന് നാളെ ഇറങ്ങും. നോക്ക് ഇതാ പോന്നു. ഇതടി കറുപ്പ് പുള്ളിയായിട്ട് പോന്ന്. അതാ പോണ കുഞ്ഞ് എന്ത് നിങ്ങളറിയാ? പാമ്പിനെ കണ്ടില്ലേ? ഞാൻ ഈ ചോറ് കഴിക്കാൻ വേണ്ടി നിന്നാട്ടോ. ഞാൻ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയപ്പോൾ അവിടെ എന്തോ ഒച്ചപ്പാട്. ഞാൻ പെട്ടെന്ന് പോയിക്കാൻ വേണ്ടി സംഭവം എന്താ, വലിയൊരു പാമ്പിനുണ്ട് അവിടെ കണ്ടിട്ട് ആ വീടിൻ്റെ സൈഡിൽ നിന്ന് തന്നെ ഇറങ്ങിയപ്പോൾ വീട്ടിൽ കയറി അത് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ഉപദ്രവിക്കുമെന്ന് വെച്ചിട്ട് അവിടെ തോട്ടിക്കോടെ അത് പോയി. പിന്നെ അതിനെന്താക്കി, അവരെന്താക്കി, ഞാൻ പൈറ്റ് കണ്ടിട്ട് ഞാൻ കൊണ്ട് തിരിച്ചു വീട്ടിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ ഇനി എന്താക്കിയോ എന്താ അറിയില്ല, അതൊരു ഉറപ്പില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇത്ര ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അടുത്ത വ്ളോഗായിട്ട് നാളെ കാണാം. ടാറ്റാ ബൈ ബൈ, സി യു.